ഞാൻ ചെന്നപ്പോഴേ കട അങ്ങ് അടച്ചു പോയി. അതുകൊണ്ട് ചിക്കൻ കിട്ടിയില്ല. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിങ്ങളെ ഇതുവരെ എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചാൽ നിങ്ങൾ ഭംഗിയോടെ ചേഞ്ചുണ്ടോ വെച്ചാൽ ഞാൻ നിങ്ങളെ കോഴി വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടപ്പോൾ നിങ്ങൾ കൂട്ടുകാരന്മാരോട് അവിടെ സംസാരിച്ചോണ്ട് നിന്നു. അപ്പൊ കരയടിച്ച അതല്ലേ? ഞാൻ അങ്ങോട്ട് സംസാരിച്ചൊന്നും നിന്നില്ല. സത്യം സത്യം ഞാൻ സംസാരിച്ച് ഞാൻ രാജനെ കണ്ടപ്പോ ഞാൻ കേട്ടാണ് സംസാരിച്ച് നിന്ന്. അപ്പത്തേക്കും കടയൊക്കെ നിങ്ങൾക്ക് കോഴി വാങ്ങിച്ചിട്ട് സംസാരിച്ചാൽ പോരെ എന്നാട്ടെ. സാറിന് ഒരുപാട് തിരക്കുള്ളതാണ്. എന്റെ സാറ് ഇങ്ങോട്ട് വരൂലേ? സാർ അപ്പോഴേ പറഞ്ഞതാ ഞാൻ പൊക്കോളാം കേറുന്നില്ല. അപ്പൊ ഞാനാ പറഞ്ഞ വല്ലേ പിടിച്ച് എന്റെ പ്രൊമോഷന് വേണ്ടി സോറി വലിയ നാടൻ കോഴിയും ചോറും കൂട്ടി തരാൻ. അങ്ങനെയാണ് സാറ് സമ്മതിച്ച്. ഇപ്പൊ സാറ് വരുമ്പോ നമ്മൾ എന്തോ ചെയ്യും മനുഷ്യ? എന്റെ സാറ് കരിമീൻ കഴിക്കൂ. പുള്ളിക്ക് കരിമീനൊന്നും ഇഷ്ടമല്ലെന്ന്. പുള്ളിക്ക് നാടൻ കോഴിയാണ് ഇഷ്ടം. നാടൻ കോഴിക്കറി വെച്ചു കൊടുത്തോണ്ടല്ലേ വേണമെങ്കിൽ ആ കമ്പനി വരെ എനിക്ക് എഴുതി തരും. അത്രയ്ക്ക് കൊതിയനാണ് അത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യും? നമ്മള് എനിക്ക് ഒന്നും കേൾക്കണ്ട, ഒന്നും അറിയണ്ട. ഇപ്പൊ ഈ നിമിഷം നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു നാടൻ കോഴി സംഘടിപ്പിച്ചിട്ട് വീട്ടിൽ കയറിയാൽ കേട്ടല്ലേ? എനിക്ക് കിഴങ്ങേറിയല്ല വേണ്ടത്. അതുകൊണ്ടേ നിങ്ങളെ വെട്ടി കറി വെച്ച് കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. പെട്ടെന്ന് ഒരു കോഴി വാങ്ങി. ഞാനിപ്പോ എന്തോ ചെയ്യും? ഞാൻ ആ രാജേഷിനെ റൂൾ ചെയ്ത് അവനോട് ചോദിക്കാം. ഹലോ രാജേഷ്, എടാ ഒരു കോഴിയെ കിട്ടാൻ വല്ല വഴിയുണ്ടോ? നാടൻ കോഴിയല്ലോ. ഇല്ലയോ? ആണോ? അപ്പൊ എവിടുന്ന് മേടിക്കുക? ഏത് കടയിൽ മേടിക്കണ്ടേ? നിങ്ങൾക്ക് എന്താ മനുഷ്യ വേണ്ടേ? നമ്മളെ വീട്ടിന്റെ ബാഗിൽ സ്ഥിരമായിട്ട് കൊത്തിപ്പറക്കി തിന്നാൻ വേണ്ടി മാത്രം വരുന്നൊരു കുറന്നിരിക്കുന്ന തടിച്ചിട്ടുള്ളൊരു കോഴിയില്ലേ? അതിന് ഞാനിങ്ങനെ തട്ടി സാധാ കോഴിയൊന്നും അല്ല. നിനക്ക് അറിയാത്തോണ്ടാ. അങ്ങ് ഇന്തോനേഷ്യന്ന് കൊണ്ടുവന്ന കറുത്ത മുട്ട ഇടുന്ന കോഴി അറിയാൻ പറ്റും. എന്തായാലും അവ അറിയാൻ പോണില്ല നമ്മളാണ് കോഴിയെ വെട്ടിയത്. പിന്നെ എന്താണ് പ്രശ്നം? കണ്ടുപിടിച്ചാലോ? പിന്നെ ദൃശ്യ സിനിമയിൽ ഒരു ചെറുക്കനെ തലക്കടിച്ച് കൊന്നിട്ട് പോലും ആരും ഞാനൊരു കോഴി. ഇപ്പൊ എന്തോ ചെയ്യും നമ്മള്? നിങ്ങളൊന്നും അടങ്ങ് മനുഷ്യ, ഒന്നും സംഭവിക്കത്തില്ലെന്ന്. മനുഷ്യന് എന്ത് ചെയ്യുന്നത് എനിക്ക് പേടിയാവുന്ന ആ ജോസക്കണ അറിയാനുള്ള നല്ല നാടൻ കോഴിയുടെ മണം മറന്നില്ലേ നിങ്ങളടുത്ത്? എനിക്ക് അത്രയ്ക്ക് കൊതിയാണ്. നമസ്കാരം സാറേ. ഏതാണ് ഈ ചുണ്ടലി? ഇതാണോ നിന്റെ ചാറ്? എന്റെ സാറിനെ പോലീസ് ഡിപ്പാർട്ട്മെന്റില്ല നോക്കാൻ വയ്യായിരുന്നു. മണം പിടിക്കുന്ന പൊട്ടിക്ക് വരും. നിങ്ങളൊന്നും മിണ്ടായിരിക്കും മനുഷ്യ. ഇരിക്കും സാറേ, ഇരിക്കും. പേര്? എന്റെ പേര് ഓമനക്കുട്ടൻ. ഓ മെനക്കുട്ടൻ. മെനക്കുട്ടനല്ല, ഓമനക്കുട്ടൻ. നിങ്ങൾ രണ്ടുപേരോട് സംസാരിച്ചിരിക്കും. ആ സമയം കൊണ്ടേ ഞാൻ അടുക്കളയിൽ പോയി കോഴിക്കറി പ്രിപ്പയർ ചെയ്യാൻ. കുറെ നേരം അടുപ്പത്ത് വെക്കണ്ട, പെട്ടെന്ന് പോയി റെഡി ആക്കും. മനുഷ്യ പെട്ടെന്ന് സാറുമായിട്ട് കമ്പനി ആയിക്കോണം കേട്ടത്. സാറിനെ സൂചിപ്പിച്ചോ? പ്രശ്നമൊന്നുമില്ല. മണ്ടത്തരം ഒന്നും വിളിച്ച് പറയില്ല കേട്ടില്ലേ? ഞാൻ പോണു. തട്ടി ചട്ടം കൂടെ കൊണ്ടുപോകും. സാറേ, സാറിന്റെ വീടുണ്ട് ആലുവയിലാണ്. ആലുവയിലല്ലേ? അതെ അതെ. അപ്പൊ ഫാമിലി ഒരു ഭാര്യയും 2 മക്കളും. സാറിന് ഈ നാടൻ കോഴിയോട് ഭയങ്കര താല്പര്യമുള്ളല്ലേ? അതെ അതെ, എനിക്ക് ഈ കരിമീനോട് താല്പര്യം. അല്ല, ഈ കരിമീനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് നാടൻ കോഴിക്കല്ലോ. സാറിന് ഈ നാടൻ കോഴിയോട് അതിന് എത്ര പേരുകൾ എന്തെന്ന് തനിക്കറിയാമോ? ചിക്കൻ 65, ചിക്കൻ പൊള്ളിച്ചത്, ചിക്കൻ പെരി പെരി, അൽഫാം, ചില്ലി ചിക്കൻ. ഈ കരിമീൻ വെച്ച് കഴിഞ്ഞാൽ ഈ കരിമീൻ എല്ലായിടത്തും ഈ കരിമീൻ തന്നെയല്ലേ പേരുള്ളൂ. ചെറിയ നാടൻ കോഴിക്കകത്ത് എന്തുണ്ട്? നാടൻ കോഴിക്കകത്ത് വിറ്റാമിൻ ഉണ്ട്. പക്ഷെ ഈ കരിമീനകത്ത് എന്തുണ്ട്? കരിമീൻ്റെ അകത്ത് എന്തുണ്ടെന്ന് എനിക്കറിയത്തില്ല. നല്ല മുന്നുണ്ടെന്ന് അറിയാം. ഓ അങ്ങനെയാണല്ലേ? അല്ലടോ, ഈ കരിമീൻ എന്ന് പറയുന്ന ഒരു ഫിഷ് ഈ വേസ്റ്റ് തിന്നുന്നൊരു ഫിഷ്. അതെ അതെ, അങ്ങനെയാണ് സാറേ. അപ്പൊ അതിനെക്കാട്ടി ടേസ്റ്റ് ഇതിനല്ലേടോ? ഓ സാറേ എന്നെ അടിക്കല്ലേ? അല്ലെ സാറിന് ഈ നാടൻ കോഴിയോട് ഭയങ്കര താല്പര്യം ഉണ്ടല്ലേ? സുഷമ്മേ, നിന്നെ വിളിക്കുന്നത് നാടൻ പോത്ത് വല്ലതും വേണമെന്ന് പറയാനാണോ? ആർക്കറിയാം. എന്താ സാറേ ഉലുവ കൂടിയെന്ന് തോന്നുന്നു. അയ്യോ സാറേ, ഞാൻ ഇപ്പൊ എന്തോ ചെയ്യും? കുറച്ച് ജീരകം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ജീരകം ഇട്ടാൽ മതിയല്ലേ? പിന്നെ 10 മിനിറ്റിനകം വെക്കരുതേ, അല്ലെങ്കിൽ അത് വെന്ത് കറക്റ്റ് കണ്ടാ മനുഷ്യ വേഗം പോലും കറക്റ്റ് ആയിട്ട് അറിയാം. എനിക്കിവിടെ വെന്ത് സാറേ, എന്റെ വീട്ടിൽ എന്റെ പെണ്ണുമ്പോൾ അടുക്കള കയറുന്നുണ്ട്. സാറിന്റെ വീട്ടിൽ സാർ അടുക്കള കയറുന്നുണ്ട്. സാറിന് ഇതൊക്കെ അറിയാം. എനിക്കതൊന്നും അറിയത്തില്ല. വയ്ക്കോ? ആ ശരി സാറേ. സാറേ, സാറിന്റെ പെണ്ണുമ്പോഴേക്ക് എന്നാ ജോലി? പാർക്കിലാണ്. പാർക്കിലാണ്? അതെ അതെ. കണ്ടു, സാറിന്റെ പെണ്ണുമ്പോൾ കണ്ട പാർക്കിലും പോയി
ജോലി ചെയ്യാം. ഓ അങ്ങനെയാണല്ലേ. അതെ അതെ അതെ. സാറേ കഴിക്കാൻ എടുക്കട്ടെ? ആ നാടൻ കോഴിക്കറി കൂടി എടുത്തോ. കുറച്ച് കരിമീനൂടെ ആവായിരുന്നു. എടീ, കരിമീനുകൾ കൂടുതൽ ടേസ്റ്റ് ഇതിനാന്ന് ഞാൻ പറഞ്ഞു. ആ ഇത് ശരിയാ. ഓ ചോറ് റെഡി. അതൊക്കെ ഒന്നും വേളപ്പടി ലാഗടിക്കുന്നു. നീ ഒന്ന് പെട്ടെന്ന് വേണം. നീ അതായത് മതിക്കോ. അത് കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ. ആ ലെഗ് പീസ് നോക്കി എടുക്കണേ. ഓ സാറേ സാറേ അങ്ങനെ കൊതിയും. അല്ല, 2 ലെഗ് പീസേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ കോഴിക്കൊക്കെ സാധാരണ 2 കാലുകൾ. നാട്ടുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഓ 2 കാര്യങ്ങളല്ലേ. ഞാൻ പെട്ടെന്ന് എന്റെ ബ്രെയിൻ അങ്ങ് മറന്നു. കുറച്ചുകൂടെ ചോറ് കിട്ടി. ആ മതി മതി. പിന്നെ സുഷമേ ദോഷം പറയല്ല, ഇത്രയും നല്ലൊരു നാടൻ കോഴിക്കറി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓ ആ ചേരുവകളൊക്കെ എന്ത് കൃത്യമായിട്ടാണ്. ഇവനെന്തിനാണ് ഇപ്പൊ വിളിക്കുന്നത്? ഈ ജോസ് എന്നെ എന്തിനാ വിളിച്ച്? ഹലോ ജോസേ, എന്താടാ പറയടാ. അയ്യോ എടി സുഷമേ ഇങ്ങ് വന്നേ. 1 മിനിറ്റ്. എന്താ വെച്ചാ നിങ്ങൾക്ക് വേണ്ടേ? എടീ, ഇപ്പൊ ജോസാ വിളിച്ചേ. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നീ ആ കോഴിയെ കൊല്ലുന്ന കണ്ടെന്ന്. ഞാൻ കോഴി പിടിച്ച് കണ്ട്. അവൻ അങ്ങനെ കണ്ടെന്ന്. അവന്റെ വീട്ടിൽ CCTV വെച്ചേക്കുന്ന എന്നാത്തിനാന്നറിയാമോ? ഷോർട്ട് ഫിലിം പിടിക്കാനല്ല. ഒരു ഏരിയ മൊത്തം കിട്ടും. ചേട്ടാ നമ്മളിപ്പോ എന്തോ ചെയ്യും? എടീ, നീ എന്തോ ചെയ്യാ? നിന്നെ ഒന്ന് പോലീസ് നോക്കും. എന്നെ പോലീസ് നോക്കിയാൽ ഞാൻ പറയാം നിങ്ങളെ പറഞ്ഞാണ് ഞാൻ കോഴിയെ വിട്ടു. നിർത്തത്തില്ലേ പ്രശ്നം? എന്തോ ചെയ്യും. അതുകൊണ്ട് പിന്നെ എന്തുവാടാ? ആണോ? ആ ഓക്കെ ഓക്കെ. കേസ് പിൻവലിക്കാം. 5000 രൂപ കൊടുക്കണം നമ്മളിപ്പോൾ. 5000 രൂപയെ നമ്മളിപ്പോ ഇവിടെ 5000 രൂപയൊക്കെ സംഘടിപ്പിക്കും. ഇല്ലേ, അതിന്റെ തന്നെ മേടിക്കും. അത് മോശമല്ലേ സാറേ? മോശമില്ല. എന്താണെന്ന് വെറുതെ ഈശോ, സാറ് ഈ അടിച്ച് കയറ്റുന്ന സാറ് ഈ തിന്നോണ്ടിരിക്കുന്ന ചിക്കനില്ലേ, നാടൻ കോഴിയല്ല. പിന്നെ അന്ന് ഇന്തോനേഷ്യന് ഞങ്ങളുടെ അയൽക്കാരൻ അമേരിക്കയിലുള്ള ജോസ് കൊണ്ടുവന്ന കറുത്ത മുട്ടയിടുന്ന കോഴിയാണ്. അത് അടുക്കളപ്പുറത്ത് കൊത്തി തിന്നാൻ വന്നപ്പോഴത്തേക്ക് എവിടെ അതിനെ തല്ലിക്കൊന്ന് സാറിന് വെച്ച് തന്നു. അവൻ കൊണ്ട് കേസ് കൊടുത്തു. അപ്പൊ 5000 രൂപ കൊടുക്കണം. ആണല്ലേ? എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ലേ, സാറിനോട് പൈസ തരാൻ. നിങ്ങൾ ആ കോഴിനെ പിടിച്ച് വെട്ടിയെടുത്ത് കറിയാക്കി എനിക്ക് തന്നു. അതിന് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് 5000 രൂപയൊക്കെ തരും. അല്ല, സാറല്ലേ തിന്നത്. അപ്പൊ സാർ തന്നെ പൈസ തരാം. എന്തിന്റെ കേടായിരുന്നു? ഭാഗ്യനാളെടുത്ത് ഇല്ലാഞ്ഞത്. അയ്യോ, എന്തോ ഭാഗ്യം. എന്തായാലും ഞാനല്ലേ കഴിച്ചത്. ദാ പിടിച്ചോ 5000 രൂപ. നല്ല ഭാഗ്യം. സാറേ വേറൊന്നും തോന്നല്ലേ ഏട്ടാ? കുഴപ്പമൊന്നുമില്ല. എന്റെ സന്തോഷത്തിന് വേണ്ടി ഇത്രയും റിസ്ക് എടുത്താലും നാളെ പോയിട്ട് പിടിച്ചു തന്നില്ലേ? അതിലിരിക്കട്ടെ. എന്നാ